ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധ ഖുർആൻ വളരെ ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ്. ഓരോ അക്ഷരത്തിനും 10 നന്മകൾ വീതം എഴുതപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. അവിടുന്ന് പറയുകയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ ലാക്കിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്ന പദം ഒരൊറ്റ അക്ഷരം ആണ് എന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് അതിലെ അലിഫ് ഒരക്ഷരമാണ്, ലാം മറ്റൊരക്ഷരമാണ്, മീം അത് വേറൊരക്ഷരമാണ്. അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ കുറഞ്ഞത് 30 നന്മ അവന് എഴുതപ്പെടുന്നതാണ് എന്ന്. ഇങ്ങനെ ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും ആയത്തുകൾക്കും പ്രത്യേക സ്ഥാനവും മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതായി കാണാം. അക്കൂട്ടത്തിൽപ്പെട്ട മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സ്വർഗ കൊട്ടാരങ്ങൾ നേടാൻ, സ്വർഗത്തിലേക്കുള്ള പാത വെളിവാകാൻ, സ്വർഗത്തിലേക്കുള്ള പാത റെഡിയാക്കാൻ പരിശുദ്ധ ഖുർആനിലെ കേവലം 4 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും മുടങ്ങാതെ 10 തവണ വീതം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയാണ് എങ്കിൽ സ്വർഗത്തിലെ ഒരു കൊട്ടാരം അവന് അള്ളാഹു നൽകുന്നതാണ് എന്ന്. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, 20 തവണ ഓതിയാൽ 2 കൊട്ടാരം ലഭിക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, അതെ. ഇങ്ങനെ 10 തവണ വീതം ഓതുന്ന ഓരോ 10 തവണയ്ക്കും സ്വർഗത്തിലെ ഒരു കൊട്ടാരം ആ ഓതുന്ന വ്യക്തിക്ക് അള്ളാഹു നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ജീവിതത്തിൽ മുടങ്ങാതെ സ്വർഗ കൊട്ടാരം നേടാനുള്ള ഈ മഹത്തായ സൂറത്ത് പതിവാക്കാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നിങ്ങളുടെ ദുആകളിൽ എന്നെയും കുടുംബത്തെയും ഓർക്കണമെന്ന് ദുആ വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.